ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ബനിയം ബച്ചൻ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഗൈസ് അൽഫാം മേടിക്കാൻ പോയിട്ട് നമ്മളിപ്പോൾ ഇന്ന് നമ്മുടെ അംജിത് കാക്കയുണ്ട് ഗൈസ്. ഇത് നാളെ വന്ന് പോവാണ് ഗൈസ് അംജിത് കാക്ക. ഇന്ന് നമ്മുടെ 200K സെലിബ്രേഷൻ 200 സബ്സ്ക്രൈബേഴ്സ് സെലിബ്രേഷൻ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ കോഴി മേടിക്കാൻ പോയിട്ട് ഇവൻ്റെ വാപ്പിനൊക്കെ നമ്മൾ കോഴി മേടിക്കാൻ. നമുക്കിനി നേരെ കോഴിക്കട ചെന്നിട്ട് കാണാം ഗൈസ്. ഇത് ഇവിടെ നമ്മുടെ കോഴിക്കട, ഇതാണ് ഇവൻ്റെ വാപ്പിയുടെ കോഴിക്കട ഗൈസ്. നമ്മുടെ കോഴിക്കട ഇതാണ് ഗൈസ്. 130 രൂപയാണ് ഇന്നത്തെ വില. നമ്മുടെ 2 വലിയ കോഴി മേടിച്ച് നമ്മൾ അൽഫാം മേടിക്കാൻ പോകണ്ട ഗൈസ്. നാളൊന്നും കണ്ട് എനിക്ക് സങ്കടം കാണിക്കുക ഗൈസ്. നമ്മൾ മുടി വെട്ടിക്കുളമായി കോഴിയെ കൊല്ലിട്ട് പിന്നെ ഭയങ്കര ടേസ്റ്റ് ഗൈസ്. അഴുക്കണ ശബ്ദം ഗൈസ്. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളാരും കമൻറ്റ് ഇട്ടില്ല ഗൈസ്. നിങ്ങളെല്ലാവരും കമൻറ്റ് ഇടും ഗൈസ്. നമ്മളിപ്പോൾ 200 സബ്സ്ക്രൈബേഴ്സ് 200 സബ്സ്ക്രൈബേഴ്സ് 2 സബ്സ്ക്രൈബേഴ്സും കൂടി മതി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ അതിനുവേണ്ടി 200K ആകാൻ വേണ്ടി ഗൈസ്. നമുക്ക് കോഴിയെ മേടിച്ച് വീട്ടിൽ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഞാൻ ഇവിടെ ചെന്നിട്ട് കാണാം. അവിടെ നമുക്ക് വെക്കണം കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. വേണ്ട ഗൈസ് ഇറച്ചി ഗൈസ്. ഞാൻ പറയണമെന്ന് മനസ്സിലായി. അയ്യോ, നമ്മൾ ഫുൾ 2 കോഴി ഭയങ്കര വീട്ടാണ് ഗൈസ്. 2, 3, 4 കിലോ കണ്ടുണ്ട്. നമ്മളിനി നേരെ നമ്മുടെ അൽഫാം പിടിക്കണം ഗൈസ്. ഫാമിലേക്ക് ചേർക്കാൻ വേണ്ടിയുള്ള കൂട്ട് കാണിച്ചു തരാം ഗൈസ്. അതിനകത്തേക്ക് നമ്മൾ സവോള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ പുതിനയില ചേർത്തിട്ടുണ്ട്. അംജിതൊക്കെ ചേർക്കുള്ളൂ പുതിനയില. പിന്നെ നമുക്കിനി വേണ്ടത് മല്ലിയില അല്ലേ ഗൈസ്. നമ്മുടെ ചിക്കൻ കൂട്ടപ്പം എന്താ ഇവിടെ കിടക്കുന്നു ഫ്രഷ് ആയിട്ട്. മല്ലിയില ഇട്ടുണ്ട് ഗൈസ്. പച്ച ഗൈസ്. നമ്മൾ ഫ്യൂസ് ഓഫ് ലെമൺ എന്ന് വെച്ചാൽ നാരങ്ങ പിഴിഞ്ഞത്. ആ ഫ്യൂസ് ഓഫ് എന്തെങ്കിലും ആയിക്കോട്ടെ ഗൈസ്. ഫ്യൂസ് ഓഫ് ലെമൺ ഗൈസ്. നമ്മൾ തിരിഞ്ഞു പോയി. നമ്മൾ ചെയ്തിട്ട് നമുക്കിനി അരച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അതിനകത്തേക്ക് നമുക്കിനി വേണ്ടത് ഉപ്പും കുറച്ച് തൈരും കൂടി ഇടണം. സിമ്പിൾ റെസിപ്പിയാണ്. പെട്ടെന്ന് തൈര് ഒഴിക്കാൻ പോയാണ് കണ്ടോ ഗൈസ്. 2ാമത്തെ സ്പൂൺ തൈര്, 2.5 ടേബിൾ സ്പൂൺ തൈര് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ഇച്ചിരി ഉപ്പ് ഗൈസ്, 1.25 ടേബിൾ സ്പൂൺ ഉപ്പ് ഗൈസ്. 2, 3, 5, 6, 7, 8, 9, 5 കുറച്ച് കുരുമുളക് ഗൈസ്. 2 ഗ്രാമ്പ് വരണം ഗൈസ്. 3 ഗ്രാമ്പ് ഗൈസ്. നമ്മുടെ കണക്കതാണ്. 2 ഏലക്ക ഗൈസ്. 1 ടേബിൾ സ്പൂൺ ജീരകം ഗൈസ്. പെരിഞ്ജീരകം ഗൈസ്. പെരിഞ്ജീരകം. നന്നായിട്ട് നമ്മൾ ഇന്ന് അടക്കണം ഗൈസ്. ഇത് വേവിച്ച് തക്കാളി ഇടണം ഗൈസ്. അടക്കണ വേണ്ടി നമ്മളിവിടെ വേവിച്ച് തക്കാളി ഇടണം. ഇച്ചിരി മറ്റേ എന്തായിരുന്നു കറിവേപ്പില, പുഴുങ്ങാത്തൊരു തക്കാളിയും കൂടി ഇടണം ഗൈസ്. നമ്മുടെ തക്കാളി പുഴുങ്ങാത്ത തക്കാളി ഗൈസ്. ഇനി എല്ലാം കൂടി ഇതിട്ട് അരച്ച് പൊളിക്കണം ഗൈസ്. നമ്മളിപ്പോൾ ഉണക്കാൻ പോയാണ്. നമ്മൾ പാകമായിട്ടാണോ നോക്കാൻ പോയാണ്. അപ്പോൾ നമ്മുടെ മസാല പാകമായിട്ടുണ്ട്. നമ്മുടെ ചിക്കനകത്തേക്ക് നമ്മൾ ഫോർക്ക് വെച്ച് കുത്തി ഊട്ടിയാക്കിയിട്ടുണ്ട്. മറ്റേ ചിക്കൻ സോഫ്റ്റ് ആകാൻ വേണ്ടി നമ്മൾ വിനാഗിരി ഒഴിച്ച് വെള്ളത്തിലേക്ക് 1/2 മണിക്കൂർ വെക്കണം ഗൈസ്. എന്നിട്ട് നമുക്ക് മസാല തേച്ച് വെക്കണോ ഗൈസ്. നമ്മുടെ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ഇടാൻ പോയി ഗൈസ്. 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഗൈസ്. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാ ഗൈസ്. കുറച്ച് മഞ്ഞപ്പൊടി ഗൈസ്. നമുക്ക് ചിക്കനേക്കുള്ള ഉപ്പ് കുറച്ച് കുറവ് ഗൈസ്. അപ്പം നമ്മൾ ഇച്ചിരി ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ ഇടുക ഗൈസ്. കാശ്മീരി ചില്ലി പൗഡറുള്ള ഫ്ലേക്സ് ഗൈസ്. നമ്മളിവിടെ കുറച്ച് ചിക്കൻ നമ്മളിട്ട് മസാല പുരട്ടിക്കൊണ്ടിരിക്കുക ഗൈസ്. എന്താണ് ഗൈസ്. നമുക്കിത് മസാല പുരട്ടിക്കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കണം കാണാം ഗൈസ്. 2-3 മണിക്കൂർ നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്താൽ വെക്കണം ഗൈസ്. നമുക്കിനി 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. നാളെ കൊണ്ടെടുത്ത് ഓടിപ്പോയി ഗൈസ്. നമുക്ക് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. നമുക്ക് ഇതിൻ്റെ പൊക്കത്ത് വെക്കാനുള്ള സോസ് ഉണ്ടാക്കാം ഗൈസ്. അതിനുവേണ്ടി നമ്മൾ സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ചൂടാക്കാണ്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇവിടെ സോസ് ഇതിനകത്തേക്ക് ഒഴിക്കാൻ സമയമായിട്ടുണ്ട്. ഭയങ്കര ശക്തമായ ശബ്ദങ്ങൾ ഗൈസ്. ഗൈസ് നമുക്ക് ഇത്ര സോസ് മതി ഗൈസ്. കണ്ട സോസ് കിടന്ന് വേഗം ശബ്ദം കിട്ടും. ഫാട്ടി സാക്രിഫൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം. കാണിച്ചു തരാം ഗൈസ്. നമുക്കിത് ഇളക്കണം ഗൈസ്. ഗൈസ് നമുക്കിത് ഇളക്കണം. നമുക്ക് ഇളക്കേണ്ട നമുക്ക് ഇനി അത് കുറച്ച് വിനാഗിരി ഒഴിക്കണം ഗൈസ്. നമ്മളിവിടെ വിനാഗിരി ഒഴിക്കാൻ പോയാണ് ഗൈസ്. ഇത്രയും വിനാഗിരി മതി നമുക്ക്. ഒരു നന്നായിട്ട് ഇളക്കണം ഗൈസ്. ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ് ഗൈസ്. കണ്ടോ ഗൈസ്. ഇനി നമുക്ക് ഈ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. നമുക്കിത് ഉണ്ടാക്കാൻ സമയത്ത് കാണാം.
ഇവിടെ കല്ല് സെറ്റ് ചെയ്യാൻ നമ്മൾ കല്ല് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ 3 കല്ലാണ് ഗൈസ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമുക്കിനി അവിടെ കൊണ്ട് സെറ്റ് കല്ല് ഇടണം കാണാം ഗൈസ്. നമ്മളിവിടെ കല്ലിൽ സെറ്റാക്കിയിട്ട് കത്തിക്കുകയാണ് ഗൈസ്. കണ്ടോ, നമ്മളിവിടെ ഇനി കത്തിച്ച് കനലാക്കിയിട്ട് ആയിട്ട് കാണാം ഗൈസ്. കനൽ നമ്മളിവിടെ മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ തീ പിടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്കിത് കനലായിട്ടാണ് കനൽ ഗ്രില്ല് സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഗ്രില്ല് ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളെ കല്ല് സെറ്റായിട്ടുണ്ട്. ഗ്രില്ലിനകത്ത് ചിക്കൻ വെച്ചിട്ടുണ്ട് ഗൈസ്. വെക്കാൻ പോയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലേ നമ്മൾ ഉസ്താദൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ ഇപ്പോൾ ഉസ്താദൊക്കെ കൂടി പിരിവിട്ടിട്ടുണ്ട് ഗൈസ്. നമ്മളെല്ലാവരും വീശുന്നുണ്ട് ഗൈസ്. നമുക്കിനി ഇതൊന്നും ഒരു സൈഡ് എണ്ണയൊക്കെ ക്ഷണിക്കാത്തൊരു അതിഥി എത്തി ഗൈസ്. ഞങ്ങൾ പട്ടി പണിയെടുത്തിട്ട് ലാസ്റ്റ് തിന്നാൻ വേണ്ടി എടുത്ത് വന്നേക്കണ് ഗൈസ്. അപ്പം നമുക്കിത് ഇനി എണ്ണയൊക്കെ തൂത്ത് വരുന്നത് കൊണ്ട് ഇനി കുറേ പണി ഗൈസ്. നമുക്ക് എവിടേക്കും വെച്ച് കാണാം ഗൈസ്. നമ്മളിവിടെ കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കണം ഗൈസ്. നമ്മളിവിടെ ഫുൾ എണ്ണ തൂത്തടിച്ച് നമ്മളൊന്ന് നേരത്തെ മറിച്ചെടുക്കുമ്പോൾ ഇപ്പം എടുക്കാൻ പറ്റില്ല ഗൈസ്. മറിച്ച് വെച്ചിട്ട് ഇവിടെ എണ്ണ തൂത്ത് കൊടുക്കണം ഗൈസ്. ഉണ്ടോ, ഇവിടെയൊക്കെ ആയിട്ട് എന്നിട്ട് ബ്രഷിന് എണ്ണ തൂത്ത് കൊടുക്കണം. മറിച്ച് വെച്ചായിരുന്നു ഗൈസ്. നമുക്ക് ഇനി 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ മറിച്ച് വെക്കേണ്ടിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി പള്ളിയിൽ പോയി ഉമ്മയോടെ നോക്കിക്കോളും. പള്ളിയിൽ പോയി വന്നിട്ട് കാണാം ഗൈസ്. നമ്മൾ ഇവിടെ നമ്മുടെ മറ്റേ മൈക്രോവല്ല മറ്റേ സാധനമില്ലേ, എയർ ഫ്രൈ ഗൈസ്. എയർ ഫ്രൈനകത്ത് നമ്മുടെ ഉസ്താദുണ്ട് ഗൈസ്. ഉസ്താദിനൊക്കെ കൂടി എല്ലാവരും കൂടി പിരിയിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്തതാണ്. ഉസ്താദും കൂടി ഉണ്ട്. ഉസ്താദ് നമുക്ക് നേരത്തെ പോകാൻ വേണ്ടി ഉസ്താദ് നമുക്ക് ഈ സാധനത്തിൽ വെച്ച് കൊടുത്ത് കാണിച്ചു തരാം ഗൈസ്. നോക്കി ഉസ്താദ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഉസ്താദ് കിട്ടി, ഞങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഞങ്ങൾ നോക്കി കിട്ടുള്ള സാധനം ഗൈസ്. കണ്ടു, കണ്ണൊക്കെ എടുത്ത് കത്തുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ അൽഫാമുള്ള റെഡി ആയിട്ടുണ്ട്, സെറ്റായി. നമ്മൾ മറ്റേ സോസ് ഒക്കെ എടുക്കാൻ പറ്റില്ല ഗൈസ്. നമ്മളൊരു സോസ് പുറമായി കൂടി ഇത് കണ്ട, നമുക്കിത് ഇവിടെ കണ്ട ചെറുതായിട്ടൊക്കെ കരിഞ്ഞായിരുന്നു. അത് ചെയ്യുന്നില്ല ഗൈസ്. കണ്ടോ ഗൈസ് കണ്ടോ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പൊക്കത്ത് കൊണ്ട് നമ്മൾ കുറെ സെറ്റ് ചെയ്യണം ഗൈസ്. പൊക്കത്ത് കൊണ്ട് സെറ്റ് ചെയ്ത് നമ്മൾ ഡെക്കറേറ്റ് ഡെക്കറാം. നമ്മൾ എടുക്കാൻ പോയാണ്. ഇതിന് പൊക്കത്തിട്ട് കാണാം ഗൈസ്. ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടോ ഗൈസ്. കഴിക്കാൻ നമുക്ക് റിയാക്ഷൻ കാണിച്ചു തരാം ഗൈസ്. നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോയാണ്. കഴിച്ചോ, പൊറോട്ട അല്ല ചിക്കൻ കൂട്ടി കഴിയും ഗൈസ്. ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിക്കൻ എടുത്തേ. ഫസ്റ്റ് നമ്മളെ പപ്പാഞ്ചൊക്കെ കിട്ടില്ല, കളഞ്ഞിട്ടൊക്കെ വെച്ചിട്ടാ. നമ്മുടെ മീൻ ചാറിച്ചിരി ചാറിന് വേണ്ടി കളഞ്ഞിട്ട് കഴിക്കാൻ. ഇത് കണ്ട, അതായത് ചിക്കനായിട്ട് പൊറോട്ട മുക്കി കഴിച്ചില്ല. ഇത് കണ്ട, ഇതിങ്ങനെ എടുക്കും ഗൈസ്. എടാ അപ്പം കാണിക്കണ്ട. പൊറോട്ട എടുത്ത് അതിനകത്ത് കുറച്ച് ആ പീസ് അങ്ങോട്ട് എടുത്ത് കുറച്ച് മീൻ ചാറ് എടുത്ത് മയണസാ കഴിച്ചോ. അവന് ശരിയൊക്കെ എങ്ങനെ ഗൈസ്, നിങ്ങൾ വിചാരിക്കണ്ട അങ്ങനെ. ഷവർമ റോൾ ഇത് മയണസ് മീൻ ചാറിൽ മുക്കില്ലേ. അതിന് അടുത്ത് ഗൈസ്. ഞാൻ കഴിക്കട്ടെ, അല്ലെ എനിക്കിത് കിട്ടിയല്ല ഗൈസ്. കഴിച്ചിട്ട് റിയാക്ഷൻ പറയാം ഗൈസ്. ഞാൻ കഴിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മളെല്ലാം കഴിച്ചിട്ടുണ്ട്. ഫുഡ് ടേസ്റ്റ് ചെയ്യും, ഉണ്ടാക്കിയോണ്ട് പറയില്ല. സത്യം പറഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട് ഗൈസ്. യമ്മി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. കണ്ടുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. എടാ നീ നടക്കുന്ന കാര്യം വന്നില്ലടാ. രാവിലെ ഞങ്ങൾ എത്ര കാശ് എടുത്തു ഗൈസ്. നമുക്ക് ഇനി ഫുള്ളും കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഗൈസ്. ഫുള്ളും കഴിച്ചു നമ്മുടെ ഇവിടെ കഴിച്ചിട്ടുണ്ട് ഗൈസ്. കണ്ടു, നമ്മളിവിടെ എല്ലാം കഴിച്ചിട്ടുണ്ട്. എല്ലാം പോലും വെറുതെ വരല്ല, വായി വെള്ളം വെച്ചുണ്ട്. ഇവിടുത്തെ തൊണ്ടയൊക്കെ ഇട്ട് കഴിച്ചു. ഒരു പൊറോട്ട ഒറ്റടിക്കിട്ട് എണ്ണാക്കിലേക്ക് എടുത്ത് തൊണ്ടയൊക്കെ. എടാ ഇത് അംജുയുടെ ഉമ്മിക്ക് വേണ്ടി, മദറിന് വേണ്ടി വെച്ചേക്കണത്. ഇന്നത്തെ പാട്ടൊക്കെ കഴിച്ചു. അയ്യോ പാട്ട് ഞാൻ മറന്നു ഗൈസ്. ആ പാട്ട് മറന്നു. നമുക്കിനി കഴിച്ച് നമുക്കിനി എൻഡിങ് പറയാം ഗൈസ്. എൻഡിങ് മണ്ടന്മാർക്ക് റിവ്യൂ പറയാൻ അറിയാമല്ലേ ഗൈസ്. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങൾ കമന്റ് തരണം ഗൈസ്. നിങ്ങൾ കമന്റ് ഇട്ടാൽ സെറ്റുള്ളൂ ഗൈസ്. ഫോളോ എന്റെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട്. അവർക്ക് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് தெரியாத പുന്നാരം കൂടി പോയി നാക്ക് ചെയ്യാണ്ട് ആദ്യമായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവരും ടാറ്റാ അസ്സലാമു അലൈക്കും.